നമ്മുടെ ബുംലയിലേക്കുള്ള യാത്രയിലാണ്. യാത്രയിൽ പോകുന്ന വഴിക്ക് തന്നെ മാധുരിയിലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്ക് കാണാം. ശരിക്കും അത് സംഗീസർ ലേക്ക് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. പണ്ട് കൊയില എന്ന് പറയുന്ന ഹിന്ദി സിനിമയുടെ ഷൂട്ടിങ്ങിന് മാധുരി ദീക്ഷിത് വന്ന് അവിടെ നിന്നൊക്കെ ഡാൻസൊക്കെ കളിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാധുരി ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ യാത്രയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഇന്നലെ കൊണ്ടുപോയിട്ട ചേട്ടനല്ല, ഇവിടെ ശരിക്കും ഭയങ്കര ലോക്കലൈസേഷനാണ്. പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് ഇവിടെ ഓടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വേറെ വണ്ടി എടുത്തിട്ട് വേണം നമ്മൾ ബുംലയിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളാണ് ഈ ചേട്ടൻ. നമ്മളൊന്നൊരു ഇതേതാ വണ്ടിയല്ല, കൊൻസഗഡിയെ സൈലോ, മഹീന്ദ്ര സൈലോയിലാണ് നമ്മൾ നമ്മുടെ യാത്ര പോകുന്നത്. ഇന്നലെ കണ്ട കാഴ്ചകൾ പോലൊക്കെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ക്ലൈമറ്റൊക്കെ തന്നെ. ഇന്നും വലിയ മോശമില്ലാത്ത ക്ലൈമറ്റാണ്. മുകളിൽ റോഡിൽ മഞ്ഞൊന്നും ഇല്ല എന്നാണ് നമ്മുടെ രാജുഭയ്യ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് പോയി വരാം. നമ്മൾ ബുംലയിലേക്കുള്ള വഴിയിൽ ഒരു മിലിറ്ററി ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ചെക്കിങ്ങിനെ കാണിക്കണം. അപ്പോൾ നമ്മുടെ ഒരു വണ്ടി പോകുന്നതിന് ഒരു വണ്ടിക്കാണ് ഇവിടെ ചാർജ്. നമ്മൾ 3 ഫാമിലി ഒരു വണ്ടി. ആ ഒരു വണ്ടിക്ക് 5000 രൂപയാണ് വിത്ത് പെർമിറ്റ്. ബുംല ഫുള്ള് കൊണ്ടുപോയി കറക്കിയിട്ട് വരും. അല്ല നമ്മുടെ പ്രൈവറ്റ് വണ്ടിയിലേക്ക് വിടാൻ ഭയങ്കര പാടാണ്. പക്ഷേ എനിക്കൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ആർമിയിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അവർ വഴി പെർമിറ്റ് കിട്ടിയിരുന്നു. അപ്പം എനിക്ക് നമ്മുടെ ബൈക്കിൽ തന്നെ പെർമിറ്റ് കിട്ടി. ഞാനത് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇത് എൻ്റെ ബൈക്കിന് കിട്ടിയ പെർമിറ്റാണ് ബുംല കയറാൻ വേണ്ടി. ഞാനും ഗോപിയും മോളും കൂടി ബൈക്കിൽ പോകാനാണല്ലോ ശരിക്കും ഇരുന്നത്. അങ്ങനെ ബൈക്കിൽ ബുംല പോകാൻ കിട്ടിയ പെർമിറ്റാണ്. ശരിക്കും നമുക്ക് പോകാൻ പറ്റാത്തതിൽ ചെറിയ വിഷമമുണ്ട്, ബൈക്കിൽ പോകാൻ പറ്റാത്തതിൽ. എന്നാലും നമ്മൾ ബുംല കയറിയല്ലോ. നമ്മുടെ സുഹൃത്തുക്കളുടെ ഒപ്പം കയറി. അത് വേറൊരു വൈബായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കയറാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇവിടെ വരെ വന്നിട്ട് കാണാൻ പറ്റാതെ മിസ്സാകാതെ പോകേണ്ടി വന്നില്ലല്ലോ. നമ്മുടെ ബൈക്ക് കൂട്ടൻ വീട്ടിൽ ഇരിപ്പുണ്ട്, ബുള്ളറ്റ് വീട്ടിൽ ഇരിപ്പുണ്ട്. പുള്ളിയായിട്ട് നമുക്ക് പിന്നെ ഒരിക്കൽ ഒറ്റയ്ക്ക് വരാൻ നോക്കാം. അപ്പോൾ ഇതാണ് മറാത്ത ഇൻഫൻട്രിയുടെ ഒരു ചെക്ക് പോസ്റ്റാണ്. അവരാണ് ഇവിടെ എല്ലാം ഗാർഡ് ചെയ്യുന്നത്. നമ്മുടെ ബൈക്കിലിരുന്നാലും കാറിൽ പോകുമ്പോഴും കാഴ്ചകൾക്ക് വേറൊരു രീതിയാണല്ലേ. അതെ, എന്തായാലും നീ കാറിൽ കയറിയ വാള് വെച്ച് തകരുമെന്നുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. മെഡിക്കൽ ട്രിപ്പുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ഭയമില്ലായിരുന്നു. കാരണം പ്രിക്കോഷൻസ് ഒക്കെ ഞങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ട്. ഞാൻ വൊമിറ്റ് ചെയ്യാതിരിക്കാനുള്ള അതിൻ്റെ മെഡിസിൻ രാവിലെ എടുത്തായിരുന്നു. അവിടെ നമുക്ക് അതെല്ലാം ക്യാരി ചെയ്തുകൊണ്ടാണ് വന്നത്. കാരണം കൂട്ടത്തിൽ വേറെയും പല ആളുകൾക്കും ആ ഒരു ഇതുള്ള ടെംപ്റ്റേഷൻ ഉള്ളവരാണ്. കൂട്ടത്തിലെ സ്ത്രീജനങ്ങളെല്ലാം തന്നെ നമ്മളുടെ വാൾവെക്കൽ ടീംസാണ്. നമ്മൾ 3 പേരും കുഴപ്പമില്ല, ഇവർ 3 പേരും നല്ല ടീംസാണ്. പിന്നെ പിള്ളേർ സെറ്റുകളും. അപ്പം നമ്മുടെ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള യാത്രകൾ ഫുള്ളി ഹെയർ പിൻ ബെൻഡുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്നും അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ അത്യാവശ്യം കയ്യിലുള്ള നന്നായിരിക്കും. മെഡിസിൻ പാക്ക് എപ്പോഴും നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉൾപ്പെടുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ നന്നായിട്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈസി ഡൈജഷൻ നടത്തുന്ന രീതിയിലുള്ള ഫുഡ്സ് മാത്രമേ എടുക്കാവൂ. എന്നാൽ നമുക്ക് വേണ്ടുന്ന ന്യൂട്രീഷ്യൻസ് കിട്ടുന്ന രീതിയിലായിരിക്കും. മരുന്ന് എടുക്കുന്നുണ്ട് കുഴപ്പമില്ല. കാരണം ഇവിടെയൊക്കെ ഈ തണുപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ദഹനത്തിന് പ്രശ്നം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ പ്ലെയിനിൽ നിന്നുള്ള ദഹിക്കാൻ എളുപ്പമുണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കരുത്. ശുദ്ധ മണ്ടത്തരമാണത്. കാരണം ഓൾറെഡി തണുപ്പാണ്. ഈ ഫ്രൂട്ട്സും അത് നല്ലതുപോലെ തണുത്തായിരിക്കും ഇരിക്കും. നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് ഡൈജഷനൊക്കെ പെട്ടെന്ന് നടക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ നമുക്ക് പനിക്കാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും ചെറിയ പെട്ടെന്ന് ദഹിക്കുന്ന നമ്മുടെ ദാല് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബോയിൽ ചെയ്ത് കഴിക്കും. മുട്ടയൊന്നും അല്ലാതെ നമ്മുടെ റൈസ്, മുട്ട ദഹിക്കത്തില്ല. മുട്ട ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ റൈസ് അല്ലെങ്കിൽ ഇവരുടെ ദാലൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് വെള്ളം ചേർത്ത് നല്ലപോലെ ബോയിൽ ചെയ്ത് നീട്ടിയാണ് അവരെടുക്കുന്നത്. അങ്ങനത്തത് കഴിക്കണം. നമ്മൾ നാദുല കയറിയപ്പോഴും സേലപ്പാസ് കയറിയപ്പോഴും ഉണ്ടായിട്ടുള്ള അതേ ക്ലൈമറ്റ് അല്ലേ, മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാറിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും തണുപ്പ് അറിയാത്തത്. പക്ഷേ ഓപ്പൺ എയർ അതായത് നമ്മുടെ ബുള്ളറ്റിൽ വന്നിരുന്നെങ്കിലും നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിയേനെ. സേലാപ്പാസിൽ കാറിൽ വന്നിടക്കെ തന്നെ ഇറങ്ങി നിൽക്കാൻ വയ്യായിരുന്നു. ഇത് ചെറുതായിട്ട് ഇവിടെ ഈ വെട്ടം കാണുന്നതേ ഉള്ളൂ. കണ്ട് ഈ വെള്ളം പോലും മഞ്ഞുരുകി കിടക്കുകയാണ്. നല്ല തണുപ്പാണ്. വെളിയിലോട്ടൊരു ശകലം നമുക്ക് പറ്റത്തില്ല, ഒരു തരത്തിലും പറ്റത്തില്ല. നമ്മൾ കാറിനകത്ത് AC ഇട്ടിട്ടാണ് അതുകൊണ്ട് സ്വസ്ഥമായിട്ട് പോകുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലേക്കുകളുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ലേക്കിന് സമീപത്തുകൂടിയാണ്. അപ്പോൾ അതിൻ്റെ സമീപത്തൊക്കെ ഇന്നലെ രാത്രി പെയ്ത് വീണ മഞ്ഞാണെല്ലാം തന്നെ. പക്ഷേ ആ ഒരു മഞ്ഞിങ്ങനെ പുതച്ചെടുക്കാൻ ഭയങ്കര രസമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് ഒരുപാട് നേരം കണ്ടെന്ന് ടൂറിസ്റ്റുകൾ പോകുന്ന മെയിൻ റൂട്ടാണ് നമ്മൾ ഈ കവർ ചെയ്ത് പോകുന്നത്. അധികം ആരും ഇവിടെ ഇല്ല, എല്ലാവരും കാറിലാണ് വരുന്നത്. ഓപ്പൺ 2 വീലറിൽ വരുന്നതായിട്ട് ആരെയും ഞങ്ങൾ കണ്ടില്ല. ക്ലൈമറ്റ് എങ്ങനെയാണ് ഇപ്പം? ഇവിടെ 2 വീലർ വരാൻ പറ്റിയ സമയമല്ല. അപ്പം മഞ്ഞ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാനേ ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞാ, ഫുൾ ബ്ലാങ്കറ്റ് മഞ്ഞിന് ഫുൾ അങ്ങ് വീഴും. ഇപ്പൊ തന്നെ അതിന്റെയൊക്കെ മുകളിൽ ഇങ്ങനെ ഐസ് ലെയർ ആക്കണം. നമ്മൾ പോകുന്ന വഴിയൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുൾ അങ്ങ് മഞ്ഞാവും. അങ്ങനെ മഞ്ഞ് വീഴ്ച കഴിഞ്ഞാൽ ഇവിടെ 4x4 വണ്ടികൾ മാത്രമേ പോകത്തുള്ളൂ. അത് തന്നെ കഷ്ടമാണ്. ആർമിയുടെ വണ്ടി കഴിഞ്ഞ ദിവസം ഇവിടെ മഞ്ഞ് വീണിട്ട് നമ്മൾ ആ കയറിപ്പോയ ആൾക്കാരെയൊക്കെ തിരിച്ചിറക്കിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്, നമുക്കിന്ന് കയറിപ്പോകാൻ പറ്റി.
ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ തന്നെ ആൽപ്പൈൻ ക്ലൈമറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ മോനെ കുറിപ്പിച്ചിരിക്കുന്ന മരങ്ങൾ, നമ്മൾ സോൻമാർഗ് കണ്ട ടൈപ്പ് മരങ്ങളൊക്കെ അല്ലേ. അപ്പം നമ്മുടെ ഈ സൈഡിലൊക്കെ തന്നെ അങ്ങനത്തെ മരങ്ങൾ വളരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ മഞ്ഞ് വീഴ്ച ഉള്ള സമയത്ത് അതെല്ലാം അങ്ങ് പോകും. പിന്നെ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് അത് വളർത്തേക്കേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ അങ്ങനെ വന്നിരിക്കുന്നതാണ് ഭയങ്കര രസമായിരിക്കും. ആ സിനിമയിലെ ഡാൻസൊക്കെ ഓർമ്മയില്ല, ഞാൻ പിന്നീട് അത് ഡാൻസൊക്കെ വെച്ച് കണ്ടു നോക്കി. പക്ഷേ അടിപൊളിയാണ്. ആ ഒരു പിക്ചർ ചെയ്തേക്കുന്ന ആ ഒരു സമയമൊക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷേ നമ്മൾ വന്നത് ഒരു ഇച്ചിരി ലേറ്റായി പോയി. മഞ്ഞ് വീഴ്ച സമയത്ത് ഇവിടെ നമുക്ക് ആക്ച്വലി കാണണ്ടേ. ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആഗ്രഹിച്ച് വന്നതാണ് ഇങ്ങനെ ഒരു മഞ്ഞ് വീഴ്ച. നമുക്കിങ്ങനെ പടത്തിലേ കാണാനുള്ള രസമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നേരിട്ട് അനുഭവിക്കുമ്പോൾ അറിയാം ആ ഒരു കുത്തിക്കയറുന്നതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. ജസ്റ്റ് ഒരിക്കലൊക്കെ ഒന്ന് അനുഭവിക്കുക. അതല്ലാതെ ഇവിടെ താമസിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നല്ല ചടങ്ങാണ്. ഇവിടുത്തെ പട്ടാളക്കാരെ സമ്മതിക്കണം. അതെ, നമ്മളങ്ങനെ വൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇത് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബുംലൈൻ, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മാധുരി ലേക്ക് പോയിട്ടാണ് പോകുന്നത്. നമ്മൾ മാധുരി ലേക്കിലേക്ക് പോകും. ഇവിടുന്ന് 10 കിലോമീറ്ററാണ് മാധുരി ലേക്കിലേക്ക്. പിന്നെ ഇവിടം വരെ വന്നിട്ട് തിരിച്ച് ബുംലൈക്ക് പോകും. അതാണ് നമ്മുടെ റൂട്ട് പ്ലാൻ എന്ന് പറയുന്നത്. സംഭവം ഇവിടെ ഒരു വണ്ടി എന്തോ സ്ട്രക്കായി കിടപ്പുണ്ട്, നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് വണ്ടി നിർത്തി കിട്ടിയപ്പോഴത്തേക്ക് താഴെ ഇറങ്ങിയതാണ്. കണ്ടാ മഞ്ഞ് നല്ല കട്ട ഐസാ കേട്ടോ. ഈ ബൂട്ടിട്ട് ചവിട്ടിയണക്ക് വരുന്നില്ല. ഇവിടെ നല്ല കട്ടയാ മോനെ. എന്താ വേണം? സ്നോമാനാ ഈ കട്ട ഐസിനകത്ത്. എന്ന് വേണമെങ്കിൽ കുറച്ച് പൊടിച്ചതാ. അടിപൊളി. ലഡാക്കിൽ പോയപ്പോൾ അത്രയ്ക്ക് ഒരു സ്നോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നല്ല സ്നോ കിട്ടുന്നുണ്ട്. നിങ്ങൾ തൊപ്പി വെക്കുകയാണെങ്കിൽ ചെവി മറച്ച് ചെയ്ത് വേണം വെക്കാൻ. അല്ലാതെ ഈ കാണിക്കുന്നത് പോലെ വെക്കുകയേ ചെയ്യരുത്. കാരണം ഈ ചെവിയിലൂടെ ഒരുപാട് തണുപ്പ് അടിക്കാതിരിക്കുന്നതാണ് നമ്മളുടെ ബോഡിക്ക് എപ്പോഴും നല്ലത്. അതായത് ഒരുപാട് തണുപ്പ് അടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നല്ല തണുപ്പാവും. നമുക്ക് ഷിവറിങ്, അതുപോലെ തന്നെ ഈ പനി അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാകും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞത് കൊണ്ടാണ് ഈ അവസ്ഥയിൽ ഇവിടെ എത്തി നിൽക്കുന്നത്. ആ ഹിൽസ് കണ്ടോ? ആ ഹിൽസിന് അപ്പുറത്ത് ചൈനയുടെ ഏരിയാസ് ഒക്കെ ഉണ്ട്. എനിക്കിത് കണ്ടിട്ട് ലഡാക്ക് പോലെ തന്നെ തോന്നുന്നു. ഇങ്ങനെയായിരുന്നു ലഡാക്കിലെ സ്ഥലങ്ങൾ. നമ്മുടെ തുർത്തക്കൊക്കെ പോയ വഴിയൊക്കെ ഇതുപോലായിരുന്നു. പക്ഷെ കുന്നുകൾക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇതത്ര ഹൈറ്റ് ഇല്ല, പക്ഷേ ഭയങ്കര രസമുണ്ട്. ഇവിടെ നോക്കിയാൽ തന്നെ ആ ലേക്ക് കാണുമ്പോൾ നല്ല രസമാണ്. അതെ, ഇത് ഇവിടുന്ന് വളരെ കുറച്ച്, അതായത് നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് കവർ ചെയ്യാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ ഹെയർ പിന്നുകൾ കവർ ചെയ്ത് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നീ കണ്ടോ, ഈ എടുക്കുന്ന ഈ വളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ വണ്ടികളുണ്ട്, അവന് വേറെ ടൂറിസ്റ്റുകളാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് ഒരുപാട് പോകാൻ പറ്റത്തില്ല. വണ്ടി ഒന്ന് ഒതുക്കണമെങ്കിലോ അല്ലെ മറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ ഫ്രണ്ടിൽ പോയ ആൾ തന്നെ ആ കർവ് എത്രമാത്രം ബുദ്ധിമുട്ടി എടുത്തേക്കുന്നതെന്ന് കണ്ടോ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇവിടെയൊക്കെ ചെറുതായിട്ട് റോഡിന് നനവുണ്ട്, ഐസ് വീണ നനവുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പേർട്ടായിട്ട് അല്ലെങ്കിൽ വന്ന് ശീലമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളെ സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബുള്ളറ്റിൽ വരാഞ്ഞത് ഒരു തരത്തിൽ, അതായത് അങ്ങനെ ഒരു യാത്ര മുടങ്ങിയത് ഒരു തരത്തിൽ ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണെന്ന് വേണം പറയാൻ. വേണ്ട ഓരോ സൈഡ് ഇത് കണ്ടോ, ഈ മലയുടെ ഈ സൈഡിൽ വെയിലടിക്കത്തേ ഇല്ല. ഉച്ച കഴിയണം ഇവിടെ വെയിൽ വരാൻ. ഉച്ചയാകുമ്പോഴത്തേനും ഇവിടെ മൂടൽ മഞ്ഞാവുന്നത് കൊണ്ട് ഇവിടെ വെയിലടിക്കില്ല. അതേസമയം നിങ്ങൾ ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, അവിടെ നല്ല ക്ലിയർ ആയിട്ടുള്ള മലയാണ്. അതാണ് വ്യത്യാസം, അതാണ് ഇവിടുത്തെ വ്യത്യാസം. ആ ബാക്കിൽ ആ വണ്ടിയുടെ വീല് ബുദ്ധിമുട്ടാണ് എടുത്തുകൊണ്ട് പോകാനായിട്ട്, നമുക്കത് കാണാം. ആർമിയുടെ കമാൻഡർ വണ്ടിയാണ് പോയത്, അതവിടെ നിർത്തിച്ച് വിട്ടത്. പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കർവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നമുക്ക് ആ ലേക്ക് കാണാൻ പറ്റും. ലേക്ക് അടുത്ത് നിന്ന് നോക്കുന്നതിനെക്കാട്ടി ഭംഗി എന്ന് പറഞ്ഞാൽ ആ ഒരു മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടുന്ന അടിപൊളി വ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വ്യൂ പോയിന്റ് ഒക്കെ ആണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ വ്യൂ പോയിന്റിൽ നിന്നിട്ട് അടിപൊളിയായിട്ട് കാണുകയൊക്കെ ചെയ്യാം. ലേക്ക് കണ്ടു തുടങ്ങി. ആ ഒരു ടെറൈൻ നോക്കി എന്ത് ഭയങ്കര വ്യത്യാസമാണ്. ആ മരങ്ങളുടെയൊക്കെ ആയാലും അതിൻ്റെയൊക്കെ ലീഫിൻ്റെയൊക്കെ നിറം കണ്ടോ, അത് ഓൾറെഡി അതെല്ലാം പൊഴിഞ്ഞു പോകാറായി നിൽക്കുകയാണ്. ആ കാണുന്നതാണ് ലേക്ക്. നമ്മുടെ നോർമൽ വെള്ളം, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ചില സ്ഥലങ്ങളിലൊക്കെ നീല വെള്ളം, പച്ച കളറിലെ വെള്ളം, ഐസിലുള്ള വെള്ളം. പക്ഷേ ഇതങ്ങനല്ലേ, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ചെറുതായിട്ട് അറ്റവും മൂലയൊക്കെ ഐസാവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ മാധുരി ലേക്ക്, അല്ലെങ്കിൽ സംഗേശ്വർ ലേക്ക് എന്നാണ് ഇവിടെ പറയുക. ശിബ് ചേട്ടാ, ഫോട്ടോഷൂട്ടാണോ?
അവളെ അങ്ങോട്ട് ഇറത്ത് വിട്ടേ, വിട്ടേ. കുറച്ചേരം കറയും, അത് കഴിയുമ്പോൾ ഒന്ന് മാറിക്കൊള്ളും. അതിനകത്ത് ഇതാന്ന് തോന്നുന്നില്ല, ഇവിടെ മാൻമേഡിലേക്കാണോ? അവിടെ കുറെ ഇത് നിൽക്കുന്നുണ്ടല്ലേ, ഇവിടുത്തെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. അത് ഇവിടെ വെള്ളം കിട്ടിയപ്പോൾ മരം അതിനകത്തായി പോയായിരിക്കാം. നമ്മൾ സേലയിലൊക്കെ എന്ന പോലത്തെ അതേപോലത്തെ ക്ലൈമറ്റാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. പക്ഷേ ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്. ഇപ്പോൾ ഈ ആട്ടിലൂടെ നിൽക്കുന്നതിൻ്റെ നമുക്ക് നാക്ക് കുഴയും. ரொம்ப അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇവിടെ ആർമിയുടെ തന്നെ കഫറ്റീരിയൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഫ്രഷ് ആവണമെങ്കിലോ ഒരു ചൂട് കാപ്പി കുടിക്കണമെങ്കിലോ. ഞാൻ പറയുന്നത് ചിലപ്പം നാക്ക് കുഴഞ്ഞു പോകുന്നതാണ്, മനഃപൂർവ്വമല്ല, അങ്ങനെ ആയി പോകുന്നതാണ്. നമ്മൾ സേല ടോപ്പ് കയറിയ അതേ അവസ്ഥ. ഇവിടെ പഴയ മരത്തിൻ്റെയൊക്കെ, നമ്മുടെ തേക്കടി ലേക്കിലെ പോലെയൊക്കെ പഴയ മരത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ സംഭവം കൊള്ളാം, അടിപൊളിയാണ്. ചുറ്റും മലനിരകളും ആർമിയുടെ കഫറ്റീരിയയും എല്ലാ സെറ്റപ്പും ഉണ്ട്. നമുക്ക് നമ്മുടെ ഡ്രൈവറോട് 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് മുകളിലേക്ക് വരണം എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്ക് ബൂമിലെ ക്രോസ് ചെയ്യുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ടാകും, കാരണം അവിടെ കുറച്ചുകൂടി മഞ്ഞ് പെയ്യുന്നതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ പരിപാടിയിലെ ഫോട്ടോസും നമ്മൾ കപ്പിൾസായിട്ടും ഗ്രൂപ്പ്സായിട്ടും ഇതിനോട് ചേർന്നിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടിപൊളിയായിട്ട് കണ്ടിട്ടൊക്കെ പോകാൻ പറ്റും. നമുക്ക് സംഗേശ്വറിലേക്ക് അല്ലെങ്കിൽ മാധുരിലേക്ക് കൊണ്ട് വിടാനായിട്ട് നമുക്ക് നമ്മുടെ ബൂംലയിലേക്ക് പോകാം. കണ്ണൂർ രാവിലെ കുരുത്തക്കേടാണോ തിന്നുന്നില്ല. നമ്മുടെ തന്നെ ആർമിയുടെ ഒരു കഫറ്റീരിയ ഉണ്ട്, അവിടെ നിന്ന് ഒരു കാപ്പി കുടിച്ചു. ഇനി ഒരു ഫ്രൈഡ് മോമോസ്, ഇവിടെ ഒരു കാപ്പിക്ക് 30 രൂപയും ഫ്രൈഡ് മോമോസ് 60 രൂപയാണ് വാങ്ങിച്ചത്. സൂപ്പർ. അവിടെ നല്ല വലിയ നൂല് അച്ഛൻ പറഞ്ഞ് വാങ്ങിച്ചതാണ്. കണ്ണൂര് ഇയാൾ നൂഡിൽസേ തിന്നത്തുള്ളൂ, നൂഡിൽസ് വേണം പറഞ്ഞ് നടക്കുക. അങ്ങനെ നൂഡിൽസ് വാങ്ങിച്ച്, മോമോസ് വാങ്ങിച്ച്, നൂഡിൽസ് പറഞ്ഞ് കൊടുക്കുകയാണ്. പിള്ളേരെ സെറ്റ് വന്നപ്പോഴേ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെ കണ്ടുപിടിച്ച്, ആഹാ കൊള്ളാമല്ലോ. ഇതുവരെ അവിടെ കിടന്നുറങ്ങിയ ആളാണ്. ചേട്ടനെ കൂട്ടിന് കിട്ടിയപ്പോഴത്തേക്കും ആ കാപ്പി കുടിച്ചപ്പോൾ സെറ്റായല്ലേ. അപ്പോൾ ഇവിടെ പക്ഷേ നിന്ന് കാപ്പി കുടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, ഈ തണുപ്പിലേക്ക് വന്ന് സെറ്റാണ്. ഇപ്പോൾ പക്ഷേ ഇത് ആർമിയുടെ കഫറ്റീരിയ ആയിട്ട് കൂടി 30 രൂപ വാങ്ങിച്ചു. അപ്പോൾ 40 രൂപ വാങ്ങിച്ചാൽ ആ നാട്ടിലെ അമ്മച്ചിയെ കുറ്റം പറഞ്ഞാൽ തെറ്റില്ല. അതെ അതെ, കുഴഞ്ഞു വാ വിടാം, ബാക്കി അവിടെ ചെണ്ട്. അങ്ങനെ ഇനി ബുംലയിലേക്കൊരു 1/4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഈ ഞങ്ങളുടെ യാത്ര ബോറടിപ്പിക്കാതിരിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. തകർക്കണം, പൊട്ടിക്കുക. ഈ ന്യൂസ് പുറത്തു വരണ്ട. അവിടെ പോയിട്ട് നമുക്ക് പിന്നെ ആലോചിച്ചിട്ട് ശിവചേട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിക്ക് വന്നപ്പോൾ തൊട്ട് ചേനക്കര പൊട്ടിക്കണതാണ്. നമ്മൾ നാദുലയിൽ മുകളിൽ കണ്ട ആർമിയുടെ ബങ്കറുകളൊക്കെ തന്നെ ഇവിടെ അടുത്ത് കാണാം. അതേ കാണുന്ന ടോപ്പ് ചെറിയ താഴത്ത് കാണുന്നുണ്ട്, അതെല്ലാം തന്നെ ആർമി ബങ്കറുകളാണ്. ആ മുകളിൽ ചെറുതായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ ആൾക്കാരുണ്ട്, ആർമിയുടെ ബങ്കറുകളാണ് അതെല്ലാം. ഈ കാണുന്ന എല്ലാം ബങ്കറുകൾ, ഇതെല്ലാം കണ്ടോ, നമ്മൾ വിചാരിക്കുന്നതൊന്നും റൂഫ് ഇടിഞ്ഞു കിടക്കുകയാണെന്നല്ല, ഇവരുടെ എല്ലാം അതെല്ലാം അടിയിലോട്ടാണ് ഈ കാണുന്നതെല്ലാം. അതായത് ഈ തണുപ്പിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പണിഞ്ഞിടുന്ന ബങ്കറുകളാണ്. ഇപ്പം ഇതെല്ലാം പോയി, അത്ര വലിയ ഒക്കുപ്പൈഡ് അല്ല. നമുക്ക് ഈ മലയുടെ മുകളിൽ പല സ്ഥലത്തായിട്ടും ബങ്കറുകൾ കാണാൻ പറ്റും. അത് നമ്മളുടെ ആർമി സേഫ്റ്റിയുടെ അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളുമായിട്ടൊക്കെ ഉള്ളതാണ്. നമുക്ക് പോകേണ്ടുന്ന വഴിയാണ് ഈ നിങ്ങളിങ്ങനെ വളഞ്ഞ് കിടക്കുന്ന കാണുന്നത്. മഞ്ഞ് കണ്ടാൽ നമുക്ക് പിന്നെയും ഇറങ്ങി നിൽക്കണമെന്ന് തോന്നും. പക്ഷേ ഒരു വട്ടം ഇറങ്ങി കഴിയുമ്പോൾ അതുപോലെ ഒരു തരത്തിലും പറ്റത്തില്ലാണ്ട്. ഇവിടെ ഒന്നും ഒരു തരത്തിൽ ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനമേ എനിക്കില്ല. ഈ ലേക്കൊക്കെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു കളർ ഡിഫറൻസ് ഇല്ല, ഒരു പച്ച കളർ പോലെ തോന്നുന്നില്ലേ? പക്ഷെ താഴെ ചില നമ്മൾ മാധുരി ലേക്കിന് മുകളിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഈ ഒരു കളറായിരുന്നു. പക്ഷെ താഴെ ചെന്നപ്പോഴത്തേക്ക് പ്യൂർ ആയിട്ടുള്ള വെള്ളമായിരുന്നു. ഇത് ഓൾമോസ്റ്റ് ഐസായി തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ ഐസാവും. ഇതെല്ലാം തന്നെ ഹൈ നമുക്ക് കൊണ്ടുവന്ന വഴിയാണ്, ഹെയർ പിൻ ബ്ലെൻഡുകളാണ് ആ കാണുന്നത് താഴെ. സൂപ്പർ വഴിയില് എല്ലാം മഞ്ഞ് വീണ് കിടക്കുകയാണ്, അടിപൊളി വഴി. ഇവിടെ സൂക്ഷിച്ച് നടക്കണം കേട്ടോ.
എന്തോ റീസെൻ്റ്ലി പണിയിട്ടുള്ള സാധനമാണ്. പക്ഷേ ആ പച്ച വ്യൂ അടിപൊളിയാണ്. ആ പച്ച ലേക്കിൻ്റെ വ്യൂ അടിപൊളിയാണ്. നമുക്ക് അവിടുന്ന് അതുവഴിയാണ് പോകാനുള്ളത്. അവിടെയാണ് ബുംല ടോപ്പ്. നമ്മൾ അവിടേക്ക് പോകും. ഒന്ന് ജസ്റ്റ് നടന്നേ ഉള്ളൂ. കിട്ടുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏകദേശം 15,000-ഓളം അടിയിലിപ്പോൾ ഉണ്ട്. കയറുമ്പോൾ 15,200-15,300 സംതിങ് ആവും. മഞ്ഞുവീഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മുടെ പട്ടാളക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ഇഗ്ലൂ ഡിസൈൻഡ് വീടുകളാണ് കാണുന്നതൊക്കെ തന്നെ. അവരുടെ ബാരക്കുകളാണ് കാണുന്നത്. മറ്റേ സ്ഥലം വന്നില്ലല്ലോ സാറേ. എത്തി 1 കിലോമീറ്റർ, 1/2 കിലോമീറ്റർ ഉള്ളൂ. ചൈന ബോർഡർ എത്തിയെന്ന്. ഇതാ ചൈന ബോർഡർ. ഇതാണ് ചൈന ബോർഡർ. അറിയത്തില്ലല്ലോ നമുക്ക്. ഈ സ്ഥലം കാണുമ്പോഴേ നമ്മൾ നേരത്തെ ലഡാക്കിൽ പോയ ഏതെങ്കിലും സ്ഥലവുമായിട്ട് സിമിലാരിറ്റി തോന്നുന്നു. നമ്മുടെ മണാലി കട്ട് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡില്ലായിരുന്നോ? മോറെ പ്ലെയിൻസ് എന്ന് പറയും. അവിടെ ഇതുപോലെ വലിയ ഇതൊന്നുമില്ല, മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലം. ഇതുപോലൊക്കെ തന്നെ. ഇതും അതൊക്കെ ആൾമോസ്റ്റ് സെയിം തന്നെ. കോൾഡ് ഡെസേർട്ട് ഏരിയാസ് ആണ് ഇതെല്ലാം തന്നെ. അതെ, ഇതൊക്കെ റീസെന്റ് ആയിട്ട് പണിഞ്ഞ വഴിയാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാണുന്നതാണ് ബുംല. നമ്മുടെ ബോർഡർ അത്, ഇന്ത്യയുടെ ബോർഡർ അത്. അതിനപ്പുറം ചൈനയാണ്. ചൈന. വെടിയൊന്നും കൊള്ളത്തില്ലായിരിക്കും ഇല്ലയോ? വീഡിയോ എടുക്കാൻ പറ്റുമോ? അവിടം വരെ എടുക്കാൻ. അതല്ല, വെടിയൊന്നും കൊള്ളത്തില്ലായിരിക്കും. വീഡിയോ ഒന്നും പറ്റത്തില്ല. വീഡിയോക്ക് എന്തായാലും റെസ്ട്രിക്ഷൻ കാണും. കാരണം നമ്മൾ ബുംലയെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇന്നർ സീൻസുകൾ വളരെ കുറവാണ് ചാനലിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതേണ്ട എത്തി. ഒരുപാട് മിലിറ്ററി ഇതൊക്കെ ഉണ്ട്, വണ്ടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ന് അവരുടെ കമാൻഡർ തല മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ കുറച്ച് നേരം ബ്ലോക്ക് ആയി പോയില്ലേ. അപ്പോൾ കമാൻഡർമാരും അതിൻ്റെ ആൾക്കാരും അവരുടെ സേഫ്റ്റി ആൾക്കാരും എല്ലാം ഇവിടെ കാണും. റോഡ് അവസാനിക്കുകയാണ് കേട്ടോ. റോഡ് ഈ ബിൽഡിംഗ് വരെ ഉള്ളൂ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ബുംല ബോർഡർ. ജസ്റ്റ് ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 മീറ്ററിൻ്റെ അപ്പുറത്ത് ഇന്ത്യക്കാരും ചൈനക്കാരും നിൽക്കും. നമ്മൾ നാദില എത്തിയപ്പോഴും കാണിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ആകെ തണുത്ത് പറിച്ചിരിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാലും ബുംല എത്തി ആ വീഡിയോ കാണിച്ചു പറ്റുന്നതായിരുന്നു. അതാണ് ബുംല. 15,200 അടി ഉയരത്തിലുള്ള ബുംല പാസ്സാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സംസാരിക്കാൻ കുറച്ച് ഇതാവുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടം വരെ അലൗഡ് ആയിട്ടുള്ളൂ. ഇത് നമ്മുടെ ഇന്ത്യ ചൈന ബോർഡറുള്ള പ്രധാനപ്പെട്ട ഒരു പാസ്സാണ്. ഇന്നിപ്പോൾ ദിവാലി ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു സ്വീറ്റ്സ് എക്സ്ചേഞ്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹോളി വാട്ടർ വേറെ വഴിക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവറുടെ അടിപൊളി. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുത്ത കാറ്റ് അടിച്ച് കയറുകയാണ്. പക്ഷേ ഒരു വെയിലും ഉണ്ട്. എന്നാലും ആ കാറ്റടിച്ച് കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇവിടെ അങ്ങ് എല്ലാം ഡ്രൈ ആയി പോകുന്നില്ല. പെട്ടെന്ന് ഡ്രൈ ആയി പോകും. പണ്ട് ദലൈലാമയൊക്കെ 1959 ചൈനയിൽ നിന്ന് എക്സൈറ്റ് വന്നൊരു വഴിയാണിത്. അതേ പിന്നീട് തവാങ്ങിലേക്ക് പോകുന്നു, പിന്നീട് ധർമ്മശാലയിലേക്ക് വരുന്നത്. അങ്ങനെ കുറേ ഹിസ്റ്റോറിക്കലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഇന്ത്യയും ചൈനയും കണക്കുന്ന വളരെ പ്രധാനമായിട്ടൊരു പാസ്സാണ് നമ്മുടെ ബുംല പാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിരുന്നു ബുംല പാസ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബുംലയിൽ എത്തിയിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ഉണ്ട്. നാദില വെച്ചാൽ ശരിക്കും കാണിക്കാൻ പറ്റില്ല. ഇത് 12:31 ഇന്ത്യൻ ടൈമും 3:03 എന്ന് പറയുന്നത് ചൈനീസ് ടൈമുമാണ്. ഏകദേശം 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസം. അപ്പോൾ ആ ക്ലോക്കും എല്ലാം തന്നെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ആ ചൈനീസ് ടവറിന് ആ ഒരു ടവറിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മുടെ ഫോണ് ക്ലോക്ക് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനീസ് ടൈമും കാണിക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ ടൈമും കാണിക്കുന്നുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി അനുഭവമാണത്. നമ്മൾ ബുംല എത്തി. വളരെ അടുത്ത് ഇന്ത്യ ചൈന ബോർഡറെ കണ്ടു. നമ്മുടെ നാദില പോലെ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബോർഡറായിരുന്നു ബുംലയും. പക്ഷേ നമുക്ക് ആൾ കുറവായതുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ അവരെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ഈ ഇതിൻ്റെ ഹിസ്റ്ററി, ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഏത് റെഡ്ജിന് വഴി പാസ് ചെയ്യുന്നു, അവരുടെ ഒരു ഒബ്സർവേഷൻ ടവർ അവർ കാണിച്ചിരുന്നൊരു ഒബ്സർവേഷൻ മുകളിൽ നിൽക്കുന്ന അങ്ങേറ്റത്തെ കുന്നില്ലേ, അതിൻ്റെ ഒബ്സർവേറ്ററി ഡോമുണ്ട്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സേലാ പാസ് ഒക്കെയാണ്. ഏരിയൽ വ്യൂ എന്ന് പറയുന്നത് അവിടെ എല്ലാം ബാരക്കുണ്ട്, നമ്മുടെ ബാരക്കുണ്ട്. അതുപോലെ തന്നെ അവർക്കും ബാരക്കുണ്ട്. അവരുടെ കുറച്ചുകൂടി ഹയർ ടെക്നോളജി, അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മൊബൈലിലേക്ക് അവരുടെ ടൈം വരുന്നത്. ഇവിടെ നെറ്റ്വർക്ക് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ മൊബൈൽ അവരുടെ ടവറും ടൈമും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. പക്ഷെ നമ്മൾ അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബുംല കണ്ട് വളരെ വലിയൊരു ആഗ്രഹം അങ്ങനെ സാധിച്ചിരുന്നു. നാദില വെസ്റ്റ് സൈഡിൽ നാദിലയും ഈസ്റ്റ് സൈഡിൽ നമ്മുടെ ബുംലയും കാണാനുള്ള ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് എന്തായാലും സാധിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളിനി ആ ആഗ്രഹം സാധിച്ചതോടുകൂടി തിരിച്ചിറങ്ങുകയാണ്.
കയറുന്ന അവിടെ കയറാൻ പോയിട്ട് വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചിരുന്ന സബ് ജോഗീന്ദർ സിംഗ് PVC മെമ്മോറിയൽ. ശരിക്കും നമ്മൾ മുകളിൽ ബ്രീഫിംഗ് കിട്ടിയ പ്രകാരം ഈ ബുംല എന്ന് പറഞ്ഞ 1962 യുദ്ധത്തിൽ ചൈനക്കാരെ അവിടെ കീഴടക്കിയിരുന്നു. അങ്ങനെ ഈ ഹൈ റിഡ്ജ് ലൈനൊക്കെ പ്രൊട്ടക്ട് ചെയ്തത് ഈ ജോഗീന്ദർ സിംഗ് എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം 400ഓളം ചൈനീസ് പട്ടാളക്കാരെ ഇവിടെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതും 120 കിലോമീറ്റർ നടന്ന് ഇന്നത്തെ പോലെ ഒരു ബെറ്റർ ക്ലോത്തിങ്ങോ ഫെസിലിറ്റീസോ ഒന്നും ഇല്ലാത്ത കാലത്ത് തന്നെ അദ്ദേഹം ഈ 120 കിലോമീറ്റർ നടന്ന് പ്രൊവിഷൻസൊക്കെ മുകളിലെത്തിച്ച് ഈ 400 പേരെ കൊന്നിട്ട് ഇവിടെ നമ്മുടെ ഒരു സേഫ്റ്റി ഉറപ്പാക്കിയ ഒരാളാണ് ഈ ജോഗീന്ദർ സിംഗ് PVC. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആദരസൂചകമായിട്ടാണ് ഇവിടെ ഒരു വാർ മെമ്മോറിയൽ പണിയിരിക്കുന്നത്. നടക്കാൻ വയ്യ കേട്ടോ, ഇതിപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് ആ ഹിസ്റ്ററി ഒക്കെ ഒരു ബ്രീഫ് ചെയ്ത് പ്രകാരം ഒന്ന് കാണുന്നത് കിട്ടുന്നുണ്ടോ? 65 ബുംല ടോപ്പിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ ഓക്സിജൻ ലെവലിൽ നിന്ന് ചെക്ക് ചെയ്തേ 65 74 കാണിക്കുന്നു താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ. കണ്ട വലിയ വ്യത്യാസമാണ് കാണിക്കുന്നത്. കണ്ട അത്രയ്ക്ക് ലോ ഓക്സിജൻ ലെവലാണ് നമ്മൾ പോയത്. നമ്മളങ്ങനെ ബുംല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെയൊക്കെ ഓക്സിജൻ ലെവൽ 65 അവിടെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 30 മിനിറ്റ്സ്. മറ്റവരൊക്കെ അവരെ സോൾജേഴ്സൊക്കെ അവർ നിന്നാണ് ഞങ്ങളുടെ ബ്രീഫ് ചെയ്ത സോൾജർ എന്ന് പറയുന്നത്. അതേ ജസ്റ്റ് ക്യാപ്പ് മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ ചെവിയും ധരിച്ച് 2-3 ഷർട്ടും പോയിട്ട് നമുക്ക് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അദ്ദേഹം കൂടുതലായിട്ട് സോൾജർ ഡ്രസ്സ് ഇട്ട് ക്യാപ്പ് ഇട്ട് നമുക്ക് ബ്രീഫ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുക. പക്ഷേ പുള്ളി എന്ത് കൂളായിട്ടാണ് സംസാരിക്കുന്നത് അറിയാം. പുള്ളി നോർമലി സംസാരിക്കുന്നുണ്ടല്ലോ. അവർ ഭയങ്കര അക്ലമൈസേഷനായി. പുള്ളി പറഞ്ഞത് അപ്പുറത്തെ നമ്മുടെ റിഡ്ജ് ലൈൻ, ആ ബോട്ടിൻ്റെ റിഡ്ജ് ലൈനിൽ ഇവന്മാർ 7 മാസം മുമ്പ് ക്രോസ് ചെയ്യാൻ വന്നിരുന്നു. അവന്മാരെ നമ്മളങ്ങനെ ഓടിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു ഹൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഫിസിക്കൽ സ്റ്റാമിനയൊക്കെ വേണം. അപ്പോൾ അവരുടെയൊക്കെ എത്ര പോകുമെന്തോ ഓക്സിജൻ ലെവലൊക്കെ ചിലപ്പം അക്ലിമൈസേഷനായി അവർ ആ ഒരു ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. പക്ഷേ നമ്മളെന്തായാലും തീരെ ബന്ധപ്പെട്ടില്ല. എൻ്റെ 65 ആയിരുന്നു. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ബുംലയും കണ്ടിട്ട് നേരെ തിരിച്ച് തവാങ്ങിലേക്ക് പോകണം. ഫുഡടിക്കുക, നേരെ ഇറങ്ങുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.